ശശി തരൂരിന്റെ പ്രതികരണത്തിന് വിശദാംശങ്ങളുമായി റോഷിപാലുണ്ട്. റോഷിപാൽ, ഇപ്പോൾ വളരെ വിശദമായി തന്നെ തരൂർ തന്റെ ലേഖനത്തെക്കുറിച്ച് പറയുന്നു. താനൊരു മുഴുവൻ സമയ രാഷ്ട്രീയക്കാരനല്ല എന്ന് അദ്ദേഹം ആവർത്തിക്കുന്നുണ്ട്. മുഴുവൻ സമയ രാഷ്ട്രീയക്കാരനല്ലെങ്കിൽ അദ്ദേഹം പ്രവർത്തക സമിതി അംഗമാണ് എന്നുള്ളതാണല്ലോ തിരിച്ച് ഹസൻ അപ്പുറത്ത് പറഞ്ഞിരുന്നത്. താൻ പറഞ്ഞതിനെ ഒന്നുകൂടി വിശദീകരിച്ചുകൊണ്ട് ലേഖനത്തിൽ എഴുതാത്ത കാര്യങ്ങൾ കൂടി ഈ സ്റ്റാർട്ടപ്പുകളെ കുറിച്ച് മാത്രമാണ് പറഞ്ഞത്. ഒരു പാർട്ടിയെയോ ഇടത് സർക്കാരിനെയോ പുകഴ്ത്തുകയല്ല, സ്റ്റാർട്ടപ്പുകളെ കുറിച്ച് മാത്രം പറയുന്നു. ഉമ്മൻചാണ്ടിയാണ് സ്റ്റാർട്ടപ്പ് തുടങ്ങിയ കാര്യങ്ങൾ ഇപ്പോൾ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. മയപ്പെടുകയാണ് അല്ലേ? സ്മൃതി, ശശി തരൂർ നിലപാട് മയപ്പെടുത്തുന്നുണ്ട്. എന്നാൽ പോലും നേരത്തെ ലേഖനത്തിൽ സർക്കാരിന്, ഇടത് സർക്കാരിന് പ്രകീർത്തിച്ചെഴുതിയ ഭാഗങ്ങളൊന്നും പിൻവലിക്കാൻ തരൂർ തയ്യാറായിട്ടില്ല. താൻ കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ലേഖനം എഴുതിയത്. അതും സ്റ്റാർട്ടപ്പുകളെ കുറിച്ച് മാത്രം എഴുതിയതാണ്. സംസ്ഥാന സർക്കാരിനെതിരെ കോൺഗ്രസും UDF-ഉം ഉയർത്തിയ ആരോപണങ്ങൾക്കൊക്കെ തൻ്റെ പിന്തുണയുണ്ട്. അതിലൊന്നും മാറ്റമില്ല. അത് വ്യവസായത്തിൻ്റെ വിഷയത്തിലായാലും അത് നിക്ഷേപത്തിൻ്റെ വിഷയത്തിലായാലും ആ നിലപാടുകൾ താൻ മാറ്റമില്ല. UDF നിലപാടിനൊപ്പമാണ്. പക്ഷേ സ്റ്റാർട്ടപ്പിൻ്റെ കാര്യത്തിൽ വ്യത്യസ്തമായ നിലപാടാണ്. അതും കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ്. താൻ 16 വർഷമായി സംസ്ഥാനത്ത് ഏതൊക്കെ തരത്തിലുള്ള തിരുത്തലുകൾ വേണമെന്ന കാര്യത്തിൽ 16 വർഷമായി താൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അത് പ്രാവർത്തികമാകുമ്പോൾ അതിനെ അഭിനന്ദിക്കേണ്ടി വരും. അത് രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ നിലപാട് സ്വീകരിക്കും. സംസ്ഥാനത്തിൻ്റെ നേട്ടമാണ്, അല്ലെങ്കിൽ സംസ്ഥാനത്ത് വികസനം ഉണ്ടാകണം, അതിനാണ് ജനപ്രതിനിധി എന്ന നിലയിൽ താൻ പ്രാധാന്യം നൽകുന്നത് എന്ന രീതിയിലുള്ള വിശദീകരണമാണ്. അതിനൊപ്പം ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് നടത്തിയ മുന്നേറ്റങ്ങൾ, വ്യവസായ മേഖലയിൽ ഉണ്ടാക്കിയ മുന്നേറ്റങ്ങൾ അതടക്കം വീണ്ടും പറയുന്നുണ്ട്. ഏതായാലും താൻ എഴുതിയ ലേഖനത്തിൽ ഒരു തെറ്റുമില്ല. ഇതിങ്ങനെ വിവാദമാകുന്നതിൽ തനിക്ക് അത്ഭുതമാണ്. ഒരു കോൺഗ്രസ് നേതാവ് പോലും തന്നെ വിളിച്ചില്ല. ആകെ KPC അധ്യക്ഷൻ മാത്രമാണ് വിളിച്ചത്. അവരാണെങ്കിൽ താൻ എഴുതിയ ലേഖനത്തെ തള്ളിപ്പറഞ്ഞിട്ടുമില്ല. തള്ളിപ്പറയുന്നവർ തന്നെ വിളിച്ച് താൻ പദവി ഒഴിയണമെന്ന് ആവശ്യപ്പെട്ട അത് ചിന്തിക്കാം, ആവശ്യമെങ്കിൽ പദവി ഒഴിയാം എന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. MMSനുള്ള മറുപടിയാണ് ശശി തരൂർ ഈ തരത്തിൽ പറഞ്ഞത്. ആവശ്യമെങ്കിൽ പദവി ഒഴിയാം, പക്ഷേ ആരും തന്നെ വിളിച്ച് പദവി ഒഴിയാൻ ഇതുവരെ ആവശ്യപ്പെട്ടിട്ടില്ല. ഇങ്ങനെ വിവാദമാക്കേണ്ട സാഹചര്യമില്ല. താൻ ഇനിയും ലേഖനങ്ങൾ എഴുതും, ഇനിയും സാഹചര്യങ്ങൾ അനുസരിച്ച് ലേഖനങ്ങൾ എഴുതി മുന്നോട്ട് പോകും. തെറ്റല്ലാത്ത കാര്യങ്ങൾ തന്നെയാണ് താൻ പറഞ്ഞത്. അടിസ്ഥാനപരമായി ശരിയാണ് താൻ എഴുതിയത് എന്നും ശശി തരൂർ വെക്കുന്നു. ഏതായാലും ശശി തരൂർ ഒന്നുറപ്പിച്ചു, എഴുതിയ ലേഖനം പിൻവലിക്കില്ല, നിലപാട് തിരുത്താനുമില്ല. പക്ഷേ നിലപാടൊന്ന് മയപ്പെടുത്തുമ്പോൾ തന്നെ നേരത്തെ UDF സർക്കാരിൻ്റെ കാലത്ത്, ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് സ്വീകരിച്ച നിലപാടുകളെ, വ്യവസായ മേഖലയിൽ ഉണ്ടാക്കിയ പ്രവർത്തനങ്ങൾ, വിവിധ പദ്ധതികളെ പ്രകീർത്തിക്കുന്നു എന്ന് മാത്രമാണ്. ഏതായാലും ഈ ലേഖന വിവാദമായ സാഹചര്യത്തിൽ നേതാക്കൾ ഒന്നടങ്കം ശശി തരൂരിനെ തള്ളിപ്പറഞ്ഞ ഒരു പശ്ചാത്തലത്തിൽ മാത്രമാണ് തരൂർ നിലപാട് മയപ്പെടുത്തിയത്. പക്ഷേ സർക്കാരിനെ പുകഴ്ത്തുന്ന ആ നിലപാടിൽ തരൂർ ഉറച്ചു നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് നേതൃത്വം തരൂരിനെ തുടർ നീക്കങ്ങൾ നിരീക്ഷിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ശരി, ശശി തരൂരിന്റെ വിശദമായ മറുപടിയാണ് അല്പം മുമ്പ് കണ്ടത്. തന്നോട് നേതൃത്വം ചോദിക്കട്ടെ എന്നുകൂടിയാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്.